നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. സൗന്ദര്യം കൊണ്ടും കഴിവുകൊണ്ടും ബോളിവുഡ് സിനിമാ ലോകത്തെ കീഴ്പ്പെടുത്തിയ നടിയാണ് ഐശ്വര്യ റോയ്. 1994 ലോക സുന്ദരിയായി ആരാധകരുടെ മനം കവരുകയും രാജ്യത്തിന് അഭിമാനമായി മാറുകയും ചെയ്ത താരം തമിഴ് സിനിമയിലൂടെയാണ് ക്യാമറയ്ക്ക് മുന്നിലെത്തുന്നത്. മണിരത്നം സംവിധാനം ചെയ്ത ഇരുവരിലൂടെയായിരുന്നു ഐശ്വര്യയുടെയും അരങ്ങേറ്റം. പിന്നീട് ബോളിവുഡിൽ എത്തുകയും സൂപ്പർ നായികയായി വളരുകയുമായിരുന്നു. പിന്നീട് അഭിഷേകുമായി ഐശ്വര്യ പ്രണയത്തിലാണെന്ന വാർത്തകൾ പുറത്തു വന്നപ്പോൾ ബച്ചൻ കുടുംബത്തിന്റെ പണത്തിലും പ്രശസ്തിയിലും നടി ആകൃഷ്ടയായി എന്നാണ് പലരും പറഞ്ഞു പരത്തിയിരുന്നത്. ഇന്ത്യൻ സിനിമ കണ്ട ഏറ്റവും ആഡംബരം നിറഞ്ഞ വിവാഹമായിരുന്നു ഐശ്വര്യ റോയിയുടെയും അഭിഷേക് ബച്ചന്റെയും. മികച്ച നടി എന്നതിലുപരി നല്ലൊരു അമ്മ കൂടിയാണ് ഐശ്വര്യ. മകൾ ആരാധ്യ ബച്ചന്റെ കാര്യങ്ങളിൽ അതീവ ശ്രദ്ധയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ താരകുടുംബത്തിലാണ് ആരാധ്യ ജനിച്ചതെങ്കിലും ബോളിവുഡ് സിനിമയിൽ നിന്നും മകളെ മാറ്റി നിർത്താൻ ശ്രമിക്കുകയാണ് ഐശ്വര്യ. അമ്മയുടെ കൂടെ ചില ഫിലിം ഫെസ്റ്റുകളിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും മറ്റ് പാർട്ടികളിൽ നിന്നെല്ലാം ഐശ്വര്യ മകളെ ഒഴിവാക്കി നിർത്തുകയാണ്. ഇതിനെ പറ്റിയുള്ള ചില കഥകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. മാതാപിതാക്കളും മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ അഭിനേതാക്കളാണെങ്കിലും ആരാധ്യ അഭിനയത്തിലേക്ക് വരണമെന്ന് ഐശ്വര്യയ്ക്ക് തീരെ താല്പര്യമില്ല. ആയതിനാൽ മകളെ ബോളിവുഡിലേക്ക് അടുപ്പിക്കാതെ ഇരിക്കുകയാണ് നടി. മറ്റ് താരപുത്രിമാരും പുത്രന്മാരും ഒക്കെ ബി ടൗണിലെ പാർട്ടികൾക്ക് എത്താറുണ്ടെങ്കിലും ആരാധ്യ മാത്രം ഇതുവരെ അത്തരം പരിപാടികൾക്ക് പോയിട്ടില്ലെന്നത് കൗതുകമുണർത്തുന്ന കാര്യമാണ്. മകളെ മാധ്യമങ്ങളിൽ നിന്ന് അകറ്റി നിർത്താനാണ് പലപ്പോഴും നടി ശ്രമിക്കാറുള്ളത്. ഇതിൽ നിന്നും ആകെ ഒരു മാറ്റമുണ്ടായത് അംബാനി കുടുംബത്തിലെ പരിപാടിക്ക് ആരാധ്യ എത്തിയതാണ്. അടുത്തിടെ ആനന്ദ് അംബാനിയുടെയും രാധിക മർച്ചന്റിന്റെയും വിവാഹത്തിന് മുൻപുള്ള ആഘോഷത്തിൽ പങ്കെടുക്കാൻ ആരാധ്യ എത്തിയിരുന്നു. അന്ന് പുതിയ ഭാവത്തിലും മേക്ക് ഓവറിലും താരപുത്രി വാർത്തകളിൽ ഇടം നേടുകയും ചെയ്തു. ഐശ്വര്യ റോയ് നിത അംബാനിയുമായി വളരെ അടുപ്പത്തിലാണ്. അതുകൊണ്ട് തന്നെ മകളെ അംബാനി കുടുംബത്തിലെ പാർട്ടിയിൽ മാത്രം പങ്കെടുപ്പിക്കാൻ ഐശ്വര്യ ശ്രമിച്ചിരുന്നു. മുൻപ് പലതവണ ഐശ്വര്യയും മകളും താരകുടുംബത്തിലേക്ക് വരുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഇക്കാര്യത്തിൽ രണ്ടാമതൊന്ന് ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ല. അതേസമയം മനീഷ് മൽഹോത്ര നടത്തിയ ദീപാവലി പാർട്ടിയിൽ നിരവധി താരപുത്രിമാർ പങ്കെടുത്തിരുന്നു. അതുപോലെ താരപുത്രന്മാരുടെ ജന്മദിന പാർട്ടികളിലും ആരാധ്യ മാത്രം വിട്ടുനിൽക്കുകയാണ് പതിവ്. അടുത്തിടെ കരൺ ജോഹർ തന്റെ മകളായ യാഷിന്റെയും റൂഹിയുടെയും ജന്മദിനത്തിനായി ഒരു ഗ്രാൻഡ് പാർട്ടി സംഘടിപ്പിച്ചിരുന്നു. പ്രമുഖരുടെ മക്കളടക്കം ഇതിൽ പങ്കെടുത്തെങ്കിലും ആരാധ്യയും ഐശ്വര്യയും മാത്രം വന്നില്ല. മറ്റുള്ളവരിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് ഐശ്വര്യ മകളെ വളർത്തുന്നത്. ഗ്ലാമർ ലോകത്ത് ജീവിക്കുകയാണെങ്കിലും മകളെ കാഴ്ചവസ്തുവാക്കാൻ നടിക്ക് താല്പര്യമില്ല. ആരാധ്യ പുറത്തിറങ്ങുമ്പോഴെല്ലാം നന്നായി വസ്ത്രം ധരിച്ച് നടക്കുന്ന താരപുത്രി എന്ന പ്രശംസ ലഭിച്ചതും അങ്ങനെയാണ്. ഇറക്കം കുറഞ്ഞതോ ശരീരം പ്രദർശിപ്പിക്കുന്നതോ ആയ വസ്ത്രങ്ങളൊന്നും ഇതുവരെ ആരാധ്യ ധരിച്ചിട്ടില്ല. മാത്രമല്ല, അമ്മയുടെ കൈ പിടിച്ച് നടക്കാൻ ആഗ്രഹിക്കുന്ന അമ്മക്കുട്ടിയാണ് താരപുത്രി. ഒപ്പം ആരാധ്യയ്ക്ക് എല്ലാം തികഞ്ഞൊരു അമ്മയാവാൻ ഐശ്വര്യയ്ക്കും സാധിച്ചു. ഇക്കാര്യത്തിൽ ഭാര്യ ഐശ്വര്യയെ പുകഴ്ത്താൻ അഭിഷേക് ഒരിക്കലും മടി കാണിക്കാറുമില്ല. ആരാധ്യയ്ക്ക് വേണ്ടി ഐശ്വര്യ എടുക്കുന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനാണ് അഭിഷേക് ബച്ചൻ ശ്രമിക്കാറുള്ളത്. You're watching me and you're watching me on metromatney.com. on metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.